തെളിവിന്റെ അഭാവത്തിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടി, അതായത് ദിലീപിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യം അതാണ്. കുറ്റക്കാരനാണ് ഇല്ല നിരപരാധിയാണ് എന്ന രീതിയിൽ പറഞ്ഞത്. ദിലീപിന്റെ കാര്യത്തിൽ 6 പേർ കുറ്റക്കാരാണെന്ന് പറയുന്നു, നിരപരാധി ആണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. തെളിവിന്റെ അഭാവത്തിൽ ആ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പ്രോസിക്യൂഷന് എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദിലീപിന്റെ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ആ കേസ് ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ പോയി എന്നുള്ളതും കണ്ടതാണ്. അങ്ങനെ ഒരു നടിയായ സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ട് ഈ തരത്തിൽ വിധി വന്നത്, അത് നീതി ലഭിച്ചിട്ടുണ്ടോ പരാതിക്കാരിക്ക്, ഇല്ലെങ്കിൽ അത്രയും പോരാട്ടം നടത്തിയിട്ട് എന്ത് സംഭവിച്ചു ഈ കേസിൽ എന്നൊക്കെയുള്ള തരത്തിൽ പല ഭാഗത്തു നിന്ന് 2 വിഭാഗമായി തിരിഞ്ഞ് പണ്ടത്തെ പോലെ ഇപ്പോഴും ആ ചർച്ചകൾ നടക്കുകയാണ്. കൂടുതൽ ഇപ്പോൾ സിനിമാ അസോസിയേഷനുകളാണെങ്കിലും മറ്റ് സംഘടനകളൊക്കെ ദിലീപിലേക്ക് എത്രത്തോളം അടുത്ത് നിന്നിരുന്നു എന്നതൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കാണുകയാണ്. പക്ഷേ ഇവിടെ ഇന്ന് ആർക്കാണ് ഏറ്റവും അധികം നിർണായകമായത് എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അതിൽ സർക്കാർ എടുത്തിരിക്കുന്ന ഇപ്പോൾ അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള നിലപാടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ദിലീപിന് ഇനി എങ്ങനെയായിരിക്കും വിധിക്ക് ശേഷം, വിധി 12 വരും, അതിനുശേഷം എങ്ങനെയായിരിക്കും അതിജീവിത വീണ്ടും പോരാട്ടം തുടരുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അജിംസ്, ഇന്ന് ദിലീപിന് മാത്രമായിരുന്നു നിർണായകം എന്നുള്ളതാണ്. സർക്കാർ 85 ദിവസമെങ്കിൽ അത്രയും ദിവസം ദിലീപിനെ ജയിലിലടച്ച് വലിയ മാസ് കാണിച്ചിട്ടുള്ളതാണ്. അതിൽ ആ ഗ്രാഫ് സർക്കാരിനെ സംബന്ധിച്ച് വലുതായി ഇങ്ങനെ ഉയർന്ന് പൊങ്ങി നിന്നൊരു കാര്യമാണ് ആ സമയത്ത്, ആ ഭരണകാലത്ത്. അപ്പം ഇന്ന് ശരിക്കും സർക്കാരിൻ്റെ കൂടെ നിർണായകമല്ലായിരുന്നു. അല്ല, ഒരാൾ പ്രതിചേർക്കപ്പെട്ട് അയാളെ റിമാൻഡ് ചെയ്യുക എന്നുള്ളത് ശിക്ഷയല്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അയാളെ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ തടങ്കൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് റിമാൻഡ്, ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രതിയെ റിമാൻഡ് ചെയ്തു എന്നുള്ളത് ഒരു സർക്കാരിൻ്റെയോ അന്വേഷണ സംഘത്തിൻ്റെ നേട്ടമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് അത്ര ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തെളിവ് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അയാൾക്ക് ജാമ്യം കിട്ടാതെ അല്ലെ റിമാൻഡിൽ കഴിയുന്നത്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ജാമ്യം കൊടുക്കുകയും ചെയ്യും. അതാണ് 85 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ഈ കേസ് നമ്മൾ നോക്കുമ്പോൾ ഈ കേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ളൊരു കേസാണിത്. ഇൻഡസ്ട്രിക്കകത്തുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രതികൾ ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ടാണ്. സിനിമാ സെറ്റുകളുടെ ഡ്രൈവറാണ് അയാൾ. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, സാധാരണ നാട്ടിലൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വേർഷൻസ് പുറത്തു വരിക, അയൽവാസികൾ, ദൃക്സാക്ഷികൾ, ഈ കേസുമായി പരിചയമുള്ള ആളുകൾ, ഇരയുമായി ബന്ധമുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ പല അടരുകൾ ആളുകൾക്ക് മനസ്സിലാവുക. മീൻസ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. അന്വേഷണ സംഘത്തിന് വേറെ തരത്തിൽ മൊഴിയെടുക്കാൻ കഴിയും. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതൊരു ക്ലോസ്ഡ് സർക്കിളാണ്, വളരെ ചുരുക്കം ആളുകൾ മാത്രമുള്ള സർക്കിളാണ്. അവരിത് പുറത്ത് പറയാൻ താല്പര്യപ്പെടില്ല. അവർക്കറിയാവുന്ന കാര്യങ്ങൾ പുറത്തു പറയില്ല. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വന്ന വിവരങ്ങൾ, അതായത് പോലീസ് അന്വേഷണ സംഘത്തോട് പലരും കൊടുത്ത മൊഴികൾ, ആ മൊഴികളാണ് ഇതിലേറ്റവും പ്രധാനം. അതിലൊന്ന്, ആദ്യം ഈ കേസെടുക്കുമ്പോൾ പൾസർ സുനി അറസ്റ്റിലായി മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ദിലീപിലേക്ക് വരുന്നത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം തുറന്നു പറയുന്നത് ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരാണ്. ഈ ഗൂഢാലോചനയുണ്ട് എന്ന് വരുമ്പോൾ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നുള്ള സ്പെക്കുലേഷൻസ് മാധ്യമങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പെക്കുലേഷൻ ആണ് ദിലീപിലേക്ക് ഒരു മുന ചൂണ്ടുന്ന ഒന്നുണ്ടായത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ഗൂഢാലോചന ആംഗിൾ ഇപ്പോൾ പോലീസിൻ്റെ ഇതിലില്ല എന്നാണ് പറഞ്ഞത്. മഞ്ജു വാര്യർ ഇത് പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ല. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒന്നാമത് ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ക്രൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഒന്നും വരാതിരിക്കെ മുഖ്യമന്ത്രി അതിനെ ഓൺ ചെയ്തില്ല. അങ്ങനെ ഗൂഢാലോചന ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയുടെ ആംഗിൾ ദിലീപിലേക്ക് പോകുന്നത് ദിലീപ് കാരണം തന്നെയാണ്. അതിൻ്റെ കാരണം പൾസർ സുനിയുടേത് എന്ന പേരിൽ ഒരു കത്ത് പുറത്തു വരുന്നു. ജയിലിൽ നിന്നൊരു കത്ത് പുറത്തു വരുന്നു. ചേട്ടാ, ഞാൻ എൻ്റെ പണി ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് തരാം, ബാക്കി പൈസ, അതുപോലെ എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കാതെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് പുറത്തു വരുന്നു. ദിലീപ് ഈ കത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി കൊടുക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, അന്വേഷണ സംഘം ദിലീപിലേക്ക് തിരിയുന്നത്. ഇങ്ങനൊരു ഗൂഢാലോചനയുടെ ആംഗിൾ ഇതിലുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു മെറ്റീരിയലായിട്ടൊരു ലീഡ് അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെയുള്ള അന്വേഷണം തുടർന്നാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതല്ലാതെ ഭരണകൂടം ഇത് ദിലീപ് ചെയ്തതാണ്, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇത് ദിലീപ് ചെയ്തതാണെന്നുള്ള മുൻവിധിയോടുകൂടി കേസ് അന്വേഷിച്ചിട്ടേ ഇല്ല. ദിലീപ് തന്നെയാണ് ദിലീപിലേക്ക് ഈ അന്വേഷണം തിരിക്കാൻ ആവശ്യമായ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഫ്ലോട്ട് ചെയ്യുന്നത്. ആ കത്ത് പുറത്തു വന്ന ദിലീപ് വഴിയാണെന്നല്ല, കത്ത് പോലീസിന് കൈമാറുന്നത് ദിലീപാണ്. അപ്പോൾ ഈ കത്ത് എഴുതിയത് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദിലീപ് പോലീസിന് കത്ത് കൈമാറുന്നത്. അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് പോലീസ് ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക, അതാണ് ഗൂഢാലോചന തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗം. ഇവർ ഈ കൃത്യം നടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പൊക്കെ എവിടെയെങ്കിലും ഒരുമിച്ചുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളോ ലൊക്കേഷനോ ഒക്കെ അവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച്
പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു സെൽഫി തെളിവായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് അത്തരത്തിൽ സാഹചര്യ തെളിവുകൾ പുറത്തു വരുന്നു. അങ്ങനെ അന്വേഷണ സംഘം ഡിഗ് ചെയ്തെടുക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ കോൺക്രീറ്റ് എവിഡൻസ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഇതിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ളതായിട്ട് അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് വ്യക്തമാണ്. മറ്റൊന്ന്, ഈ പ്രോസിക്യൂഷൻ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. കോടതി പലപ്പോഴും ഹോസ്റ്റൈലായിട്ടാണ് പ്രോസിക്യൂഷനോട് പെരുമാറുന്നതെന്ന ഒരു വാദം ഉയർന്നിരുന്നു. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് തെളിയിക്കുന്ന ഒരു ബൈറ്റ് പിന്നീട് നമ്മൾ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ജഡ്ജി പുറത്തൊരു പരിപാടിയിൽ, പൊതുപരിപാടിയിൽ, കോവിഡിൻ്റെ സമയത്താണ് 2021 മറ്റൊരു പരിപാടിയിൽ, കോവിഡിന് ശേഷമുള്ളൊരു പരിപാടിയിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റ് പുറത്തു വന്നിരുന്നു. പ്രോസിക്യൂഷൻ്റെ പണി പോലീസ് കണ്ടെത്തുന്ന പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല. പ്രോസിക്യൂഷന് ഉത്തരവാദിത്തം സമൂഹത്തോടാണ്. എനിക്കത് എത്ര കേട്ടിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ കോടതി എന്താണ് പറയുന്നത്? പ്രോസിക്യൂഷൻ എന്താണ് സമൂഹത്തോട് ഉത്തരവാദിത്വം? പ്രോസിക്യൂഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം കൊണ്ടുവരുന്ന കുറ്റപത്രം പരിശോധിച്ച് ആ കേസ് പ്രതികൾക്കെതിരായി വാദിക്കാൻ പറ്റുന്നതാണോ, അതിൽ പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കുക, അന്വേഷണ സംഘമായിട്ട് ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, തെളിവുകളൊക്കെ കൊറാബറേറ്റീവ് ആണോ എന്ന് പരിശോധിക്കുക, കേസ് വാദിക്കുക എന്നുള്ളതാണ്. അതും സമൂഹം തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല പ്രോസിക്യൂഷന് പണിയെങ്കിൽ പ്രോസിക്യൂഷൻ്റെ പണി എന്താണ്? അപ്പോൾ അത്തരം ഒരു കോടതിയിലാണ് 2 പ്രാവശ്യം 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത്, കേസ് ഒഴിഞ്ഞ് മാറുന്നത്. അത് തന്നെ ഇത് ഒരു അസ്വാഭാവികതയാണ്. ആ കേസ് ഒഴിഞ്ഞു മാറാനുള്ള സമയത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പറയുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ്റെ കയ്യിലുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിന് ഉയർന്നൊരു സമയത്താണ് ഈ 2 പേരും രാജിവെക്കുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായ സമയത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി സന്ധ്യ ഈ കേസിന് മേൽനോട്ടം വഹിച്ച ആളാണ്. ബി സന്ധ്യ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെ ആ സ്ഥാനത്ത് മാറ്റുന്നു. അവരെ ആ സ്ഥാനത്ത് മാറ്റുന്നതിന് തൊട്ട് മുമ്പാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു പുതിയ സാക്ഷി ഈ കേസിൽ അപ്പിയർ ആവുന്നത്. ബാലചന്ദ്രകുമാർ എങ്ങനെയാണ്? വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഒരു പരാതി കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ആദ്യം ബി സന്ധ്യയെ കോൺടാക്ട് ചെയ്യുന്നു, പിന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്നു. അദ്ദേഹം പുതുതായി നടന്ന വെളിപ്പെടുത്തലിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിൻ്റെ ആവുന്നത് അതുകൊണ്ടാണ്. ബാലചന്ദ്രകുമാറിൻ്റെ ഇൻറ്റൻഷൻ എന്തുമാവട്ടെ, അന്ന് തന്നെ പലരും സംശയിച്ചിരുന്നു എന്തിനാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വെളിപ്പെടുത്തൽ നടന്നത്. മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് മുമ്പ് ഭയമായിരുന്നു, ദിലീപിനെ ഭയമായിരുന്നു. നിങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന് പിന്നിൽ ലയൺസ് എന്നു പേരുള്ള ഒരു ബൗൺസർ ഗ്യാങ് ഉണ്ട്. അവരെന്തിനും പോകുന്നവരാണ്. ദിലീപ് ഒന്ന് കൈ കാണിച്ചാൽ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ ജീവൻ, ഇതിലെനിക്ക് ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭയന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയം മാറുമല്ലോ. അപ്പോഴാണ് ഇത് തുറന്നു പറയുന്നതാണ്. അയാൾ മാധ്യമങ്ങൾ, അദ്ദേഹം മരിച്ചുപോയി പിന്നീട്. അപ്പോൾ ആ പറഞ്ഞയാൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ തെളിവുകൾ കൈമാറുകയാണ്. വെറുതെ പരാതി കൊടുക്കല്ല, തെളിവുകൾ മുഖ്യമന്ത്രി കൈമാറുകയാണ്. തൊട്ടുടനെ ഈ കേസ് മേൽനോട്ടം വഹിച്ചിരുന്ന, ഈ മൊത്തം കേസ് അന്വേഷണത്തിന് മേൽനോട്ടം ബി സന്ധ്യയെ ആ ചുമതലയിൽ നീക്കുന്നു. അവരെ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥ, പ്രഗത്ഭയായ ഒരു IPS ഉദ്യോഗസ്ഥ, ആ സമയത്ത് ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള വനിതാ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ബി സന്ധ്യ. എന്തിനാണ് ബി സന്ധ്യ പൊടുന്നതിന് അതിൽ നിന്ന് മാറ്റിയതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നീട് S. ശ്രീജിത്താണ് ആ സ്ഥാനത്ത് വരുന്നത്. ഒരു മാസങ്ങൾക്കുള്ളിൽ ശ്രീജിത്തിനെയും അതിൽ നിന്ന് മാറ്റുകയാണ്. ഏതാണ് വളരെ നിർണായകമായ തെളിവുകൾ. ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഏറ്റവും ക്രക്സ് എന്താണ്? കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഈ അതിജീവിതയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ, അത് കോടതിയുടെ കൈവശമാണുള്ളത്. അത് കണ്ടിട്ടുള്ള വളരെ ചുരുക്കം ആളുകളാണ്. ഒന്നൊരു മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്, ഈ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ വിചാരണ കോടതിയിലാണ് അതുള്ളത്, വിചാരണ കോടതിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ മുമ്പേ ആരുടെ കയ്യിലുണ്ട്, ആര് കണ്ടിട്ടുണ്ട്? ദിലീപ് കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾക്ക് കാണണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു VIP, ആ VIP ആരാണെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നില്ല, VIP, ദിലീപിൻ്റെ അനുജൻ, അളിയൻ, ഇങ്ങനെയുള്ളവരെല്ലാം ചേർന്നുകൂടി ഒരു വലിയ സ്റ്റുഡിയോ പോലുള്ള, തിയേറ്റർ പോലുള്ളൊരു സംവിധാനത്തിൽ സാധാരണ ആ വീഡിയോയുടെ ഓഡിയോ 20 ഇരട്ടി വരെ ആംപ്ലിഫൈ ചെയ്യാവുന്ന രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ വീഡിയോയുടെ ഓഡിയോ ഒട്ടും ഓഡിബിളല്ല, കേൾക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇവർക്ക് എന്താണ് അതിൽ സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്ന രീതിയിൽ 20 ഇരട്ടി വരെ അതിൻ്റെ വോളിയം ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് ബാലേന്ദ്രകുമാർ കൊടുത്ത മൊഴി. അപ്പോൾ അതൊരു വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിനെ കൊറാബറേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ക്ലിപ്പ് ദിലീപിൻ്റെ അഭിഭാഷകരും ദിലീപും ഈ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് ദിലീപിൻ്റെ അഭിഭാഷകരും കണ്ടിട്ടുണ്ട്.
ഇൻ ക്യാമറ ഓപ്പറേഷനാണ് ഈ കോടതിയിൽ നടന്നിട്ടുള്ളത്. ഈ കോടതി മുറിയിൽ തന്നെ പലവട്ടം ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി? 10-30 വരുമ്പോൾ ദിലീപിൻ്റെ അഭിഭാഷക സംഘത്തിന് കേൾക്കാൻ വേണ്ടി ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൽ പ്ലേ ചെയ്താൽ ഒരിക്കലും അതിലെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കഴിയില്ല. ഇതിൻ്റെ കോപ്പി വേണം, എനിക്ക് ഈ ദൃശ്യങ്ങളുടെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് എവിടെ വരെ പോയി? സുപ്രീം കോടതി വരെ പോയി. ഈ സുപ്രീം കോടതി വരെ പോകുന്ന ഈ എന്താണ് ഈ ഹർജികളിൽ, ഈ അപ്പീലുകളിൽ ദിലീപ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഫേക്ക് ആണെന്നാണ്. ഇത് ഫേക്ക് ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഇതിലുള്ള മുഴുവൻ സംഭാഷണം അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോടതിയിൽ കൊടുക്കുന്ന എല്ലാ അപ്പീലിലും ദിലീപ് ഈ വീഡിയോ ക്ലിപ്പിലുള്ള സംഭാഷണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ മാത്രം ദിലീപിൻ്റെ അഭിഭാഷകരും അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഓഡിബിൾ അല്ല എന്നിരിക്കെ അവരെങ്ങനെയാണ് അത് കോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അതർവൈസ് ബാലേന്ദ്രകുമാർ പറയുന്നത് പോലെ ഈ പറയുന്ന 20 ഇരട്ടി ആംപ്ലിഫൈ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാതെ അവരെങ്ങനെ അത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ. അതായത് ബാലേന്ദ്രകുമാർ പറയുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. ഈ തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ വന്നിട്ട് അത് എങ്ങനെ അന്വേഷിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ഘട്ടത്തിൽ, അത് 2021 ശേഷം ഈ വീഡിയോ ദൃശ്യം ലീക്കായതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടന്നിട്ടുണ്ടോ? അതിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നാൽ 12-ാം തീയതി ജഡ്ജ്മെൻറ്റ് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറയുന്നത് ഈ കേസ് തുടക്കത്തിൽ വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയും അത്രമാത്രം പൊതുജന സമ്മർദ്ദം ഈ കേസിലുണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിൻ്റെയും പോലീസിൻ്റെ മേലുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോയി, പക്ഷേ വേണ്ടത്ര തെളിവുകൾ വന്നില്ല. ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്ന സമയത്ത് അന്വേഷണം ഊർജിതമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ആ സമയത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് മാറ്റിയത് ഈ അന്വേഷണത്തെ ബാധിച്ചോ? അവർക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞോ? ബാലേന്ദ്രകുമാർ മുന്നോട്ട് വെച്ച തെളിവുകൾ എത്രമാത്രം പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്കിപ്പോൾ മറുപടിയില്ല. നമ്മൾ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടില്ല. ദിലീപിനെ വെറുതെ വിട്ടു എന്നേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഞാൻ പറയുന്നത് ദിലീപിനെ വെറുതെ വിട്ടു, അതുകൊണ്ട് ദിലീപ് കുറ്റം ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വീഴ്ച അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ട്. കാരണം എന്താ, കോടതി ദിലീപിനെ എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം ദിലീപ് കുറ്റം ചെയ്തില്ല എന്നല്ല, ദിലീപിനെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ അന്വേഷണത്തിൽ വന്നേക്കാൻ സാധ്യതയുള്ള ഈ വീഴ്ചകളെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം സർക്കാർ എന്തോ തരത്തിൽ ഒത്തുകളിച്ചുവെന്നോ സർക്കാർ ദിലീപിന് വേണ്ടി ഫേവർ ചെയ്യുന്നൊന്നും അല്ല പറയുന്നത്. ഇവിടെ ഒരു വീഴ്ച ഏതായാലും ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് അതിന് പിന്നിൽ, എന്തിനത് സംഭവിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിനോടുള്ള, അതിജീവിതയോടുള്ള ഈ വിചാരണ കോടതി ജഡ്ജിയുടെ മനോഭാവം. ആ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ല, ഈ അതിജീവിത തന്നെ പലവട്ടം കോടതി മാറ്റണം, ജഡ്ജി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടത് അനുവദിക്കപ്പെട്ടില്ല. അപ്പോൾ ഇത്തരം എല്ലാ കേസുകളും വിജയിക്കണമെന്നില്ലല്ലോ. കേസുകൾ പരാജയപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നിൽ അന്വേഷണത്തിൽ അട്ടിമറി, ഗൂഢാലോചന പോലുള്ള തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുക, അന്വേഷണം അട്ടിമറിക്കപ്പെടുക, തെളിവുകൾ ടാമ്പർ ചെയ്യപ്പെടുക. ഈ പറയുന്ന വിഷ്വലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ട് ഈ ഫോറൻസിക് റിപ്പോർട്ട് കോടതി തന്നെ പൂഴ്ത്തിവെച്ചു എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു, ഹൈക്കോടതിയിൽ സമർപ്പിക്കാതെ. അപ്പോൾ അതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരുപാട് ഘട്ടങ്ങളിൽ, പല തലങ്ങളിൽ, പല ഏറുകളിൽ ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധി പൂർണ്ണമായൊരു നീതി നടപ്പാക്കലാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യപ്പെട്ടേക്കാം വിധി എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി വായിക്കാൻ നമുക്കത് വിലയിരുത്താനും കഴിയില്ല. പക്ഷേ അതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ ഈ വിധി ഇതിലെ കോടതിയുടെ നിരീക്ഷണം ബാക്കിയാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഗൂഢാലോചന ദിലീപ് നടത്തിയില്ലെങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ അതിജീവിതയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് പോകണം. കാരണം അവരുടെ 8 വർഷത്തെ പോരാട്ടമാണ്. അതിന് എങ്ങനെ, എന്ത് സാധ്യത നോക്കൂ തന്നെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ മൃഗീയമായി ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തിനകത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച, ആസൂത്രണം നടത്തിയ, ഗൂഢാലോചന നടത്തിയ ആളെ ഈ സിസ്റ്റത്തിന് പിടിക്കാൻ കഴിഞ്ഞില്ല, ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് ഈ സിസ്റ്റത്തോടുള്ള വിശ്വാസം ഉണ്ടാവും. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സംവിധാനങ്ങളോട്, നമ്മുടെ സർക്കാരിനോട്, നീതിന്യായ സെറ്റപ്പിനോടുള്ള അവരുടെ വിശ്വാസം എന്തായിരിക്കും? അവരനുഭവിക്കുന്ന ഒരുതരം അരക്ഷിത ബോധം ഇന്ന് എന്തുമാത്രം വലുതായിരിക്കും. ആ രാത്രി അനുഭവിച്ചതിന് തുല്യമായ ഒന്ന് എന്ന് വെച്ചാൽ, എന്നെ പീഡിപ്പിക്കാൻ, എന്നെ ആക്രമിക്കാൻ ഒരു കേന്ദ്രം ആസൂത്രണം നടത്തിയിട്ടുണ്ട്, ആ കേന്ദ്രം പണം മുടക്കിയിട്ടുണ്ട്, ആ കേന്ദ്രം അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട്. ആ കേന്ദ്രത്തിലേക്ക് ഒരിക്കലും പോയില്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കേസുകളിലും സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഗൂഢാലോചകരെ, ആസൂത്രകരെ പിടിക്കുന്ന കേസുകൾ വളരെ തുച്ഛം കേസുകൾ മാത്രമേ കണ്ടുള്ളൂ. അത് വലിയ കലാപങ്ങൾ മുതൽ ഏറ്റവും അവസാനം നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം വരെ എടുത്താലും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ്, ആരാണോ അതിൻ്റെ കിൻപിൻ, ആരാണോ അതിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾ പിടിക്കപ്പെടുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഇവിടെയും അത് തന്നെ കാണുകയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത്
കേരളത്തിലെ ഒരു പൊതുനിരത്തിൽ ഒരു നടി നട്ടപ്പാതിരയ്ക്ക് ഇത്രമേൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തിന് ഒരു ഗൂഢാലോചനക്കാരനുണ്ട് എന്നത് കണ്ടെത്തി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പറ്റിയില്ല. അതാണ് അതിൻ്റെ ഒറ്റ വാചകം. സർക്കാർ ഈ കേസിൽ പരാജയപ്പെട്ടു. സർക്കാരും നമ്മളും എല്ലാം കൂടെ കൂടിയിരുന്ന് മൂലക്കിരുന്ന് കരയേണ്ട കേസല്ല ഇത്. നമുക്ക് സങ്കടപ്പെടാം, അയ്യോ നിരാശ ഉണ്ടാവാം, ഇതിലെ ആസൂത്രകനെ പിടിച്ചില്ലല്ലോ, ഗൂഢാലോചനക്കാരനെ പിടിച്ചില്ലല്ലോ എന്ന്. സർക്കാർ അതല്ല ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ പരാജയം സമ്മതിക്കാൻ വേണ്ടത്. ഗവൺമെൻറ് പരാജയപ്പെട്ടു, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലതരം ഘടകങ്ങളുണ്ട് ഈ കേസിനകത്ത്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിലെ ജഡ്ജി സ്വീകരിച്ചിട്ടുള്ള സമീപനം വലിയ വിമർശനം ഉണ്ടാക്കി. അതിജീവിത എന്ന് പറയുന്ന ഈ നടി തന്നെ 3 or 4 തവണ ഹൈക്കോടതിയിൽ പോയിട്ട് ഇവരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതി. അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ട്രയൽ നടത്തുകയാണ് പ്രതിഭാഗം. അവരെ മെൻ്റലി തകർക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അവരോട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജഡ്ജി. അതായത് നിങ്ങൾ ഇരയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ മാനസികമായി തകർക്കാൻ പാടില്ല എന്ന് പറയേണ്ട ജഡ്ജി അവർക്കെതിരെ നടത്തുന്ന ഹീനമായ അതിക്രമ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസിനോട് മൗനം പാലിക്കുകയാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യണം. അവിടെ പ്രതിഭാഗത്തിനടക്കം 10 or 20 വക്കീൽമാർ ഇതിനകത്ത് ഇരിക്കുകയാണ്. പരമാവധി ആളെ പുറത്താക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തതെന്താണ്? പരമാവധി ആളെ അതിനെ തിരിക്കാൻ അവർ സമ്മതിച്ചു. അപ്പോൾ പല ഘട്ടങ്ങളിലും പല ആളുകൾ ദിലീപിനെതിരായിട്ട് മൊഴി നൽകുന്ന ഘട്ടത്തിൽ കോടതി മുറിക്കാകെ ഈ സാക്ഷിയെ പരിഹസിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ടായി. അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ ഈ ജഡ്ജി തയ്യാറായിട്ടില്ല എന്നും എനിക്ക് ഇവരിൽ വിശ്വാസക്കുറവുണ്ട് എന്നും ആര് പരാതി പറയുന്നു? ഇര പരാതി പറയാണ്. ഒരു വനിത ജഡ്ജി എനിക്ക് എന്ത് തരുന്നില്ല, എനിക്ക് വിശ്വാസം തരുന്നില്ല. അത് അവർ മാത്രമല്ല, സർക്കാരും പ്രോസിക്യൂഷനും എല്ലാം പോയിട്ട് മേൽക്കോടതിയിൽ പറയുന്ന സാധ്യതയുണ്ട്. കോടതി അത് അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു മുൻവിധി അതിനകത്തുണ്ട്. കേരളത്തിലെ ഒരു വലിയ വിഭാഗം മനുഷ്യർ ഈ കേസിൽ ദിലീപ് രക്ഷപ്പെടാൻ പോകുന്നു. കാരണം ജഡ്ജിയുടെ അല്ലെങ്കിൽ കോടതിയുടെ സമീപനം നമ്മൾ കണ്ടതല്ലേ എന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്ന കണ്ടു. ആ അവിശ്വാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോടുള്ള മനുഷ്യൻ്റെ അവിശ്വാസമാണ്. അത് ഈ കേസിൽ മാർക്ക് ചെയ്യപ്പെട്ടുണ്ട്. ഈ ജഡ്ജ് ഇരയോട് സ്വീകരിച്ച, ഇര തന്നെ ഒഫീഷ്യലി പരാതിപ്പെട്ട സംഭവം അവിടെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൻ്റെ കൂടെ. രണ്ടാമത് ഈ കേസിൻ്റെ അടിത്തറ തകർക്കുന്നതിൽ പ്രതിഭാഗം നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസ് ഉണ്ടായി, ആ ക്രൈം സീനിൽ ഇല്ലാത്ത ഒരാൾക്കും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു സ്ഥാപിക്കുന്നതിലാണ് ഗൂഢാലോചന സ്ഥാപിക്കേണ്ടത്. അതിനാണ് ഏറ്റവും അടി മുതൽ മുകളിൽ വരെ തെളിയിക്കേണ്ടത്. അതൊരു പ്രധാന കാര്യമാണ്. അയാളുടെ മോട്ടീവ് തെളിയിക്കുക. അയാൾക്ക് എന്തായിരുന്നു ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് അയാൾ ഇതെടുത്തത്. അപ്പോൾ അതിലൊരു പ്രധാന കാര്യമുള്ളത്, ദിലീപും മഞ്ജു വാര്യരും പാർട്ട്നേഴ്സായി ജീവിക്കവേ ദിലീപിന് കാവ്യമാധവനുമായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം മഞ്ജുവിൽ എത്തിച്ചു കൊടുക്കാൻ പണിയെടുത്ത ആളുകളോടുള്ള വിരോധം, അങ്ങനെയാണല്ലോ ഇത് ബിൽഡ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ അതാണ് മോട്ടീവായിട്ട് കണ്ട ഒരു കാര്യം. ആ മോട്ടീവിന് വേണ്ടിയിട്ടുള്ള തെളിവുകളായിരുന്നു ഭാമയുടെ മൊഴി. ഇവർ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഇരയും ദിലീപും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. സിദ്ദിഖ് പറഞ്ഞു അവർ തമ്മിൽ അതിൻ്റെ പേരിൽ തർക്കിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കുന്നു. ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞു. ഇടവേള ബാബു അത് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഇവരെല്ലാം മാറ്റി പറഞ്ഞു. 28 പേർ ഒറ്റയടിക്ക് മാറ്റി പറഞ്ഞു. മോട്ടീവ് തെളിയിക്കാനുള്ള അടിസ്ഥാന മൊഴികളെല്ലാം പർച്ചേസ് ചെയ്ത് കളഞ്ഞു. ഭാമ മാറ്റി പറഞ്ഞു, ബിന്ദു പണിക്കർ മാറ്റി പറഞ്ഞു, ഇടവേള ബാബു മാറ്റി പറഞ്ഞു, സിദ്ദിഖ് മാറ്റി പറഞ്ഞു, എല്ലാവരും. കാവ്യമാധവൻ പറഞ്ഞത് ഞങ്ങൾ ഏതോ ഒരു പരിപാടിയുടെ റിഹേഴ്സൽ ഷോയിലുണ്ടായിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുത്തു എന്ന് വിളിച്ചു പറഞ്ഞുള്ള മൊഴിയായിരുന്നു. അവരത് മാറ്റി പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പം മോട്ടീവ് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതിയിൽ മാറ്റി. പക്ഷേ ഈ സാക്ഷികൾ കൂറുമാറുന്നതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോടതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൊത്തത്തിലുള്ള അട്ടിമറി. ഇന്നിപ്പോൾ ഞാനിപ്പോൾ അസാഫ് അലിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ. അതായത് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, അതായത് സുപ്രീം കോടതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ തോട്ട്സ് ഷെയർ ചെയ്താൽ പോലും അത് ഗൂഢാലോചന പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി വരും. അത് കോടതിക്ക് പരിഗണിക്കാമായിരുന്നു. പക്ഷേ കോടതി അസസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ഹൈക്കോടതി ഇവരെല്ലാം തിരികെ കൊണ്ടുവരും ഈ പ്രതികളെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേസിനെ അട്ടിമറിക്കാൻ വലിയ പണിയെടുത്തു, കേസിൻ്റെ ബേസ് പൊളിക്കാൻ പണിയെടുത്തു. 2, കോടതിയുടെ സമീപനം ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒന്നാണ്. കോടതിയെ ക്വസ്റ്റ്യൻ ചെയ്തതിന് നിയമപരമായ ഒരു പ്രശ്നമില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം കാണണം. അപ്പോൾ ഈ 2 ഘടകങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ തന്നെയും ഇതിനകത്ത് ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞതേ, അതായത് ഒരു കോടതിയുടെ സമീപനത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു കേസ് ഇങ്ങനെ എല്ലാവരും കാണെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റേറ്റ് അല്ലേ ദ മോസ്റ്റ് പവർഫുൾ തിങ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരണകൂടമാണ്. ഭരണകൂടം എന്ന് വെച്ചാൽ ആരാണ്? ജനങ്ങളുടെ ഭരണകൂടമാണ്. എന്ന് വെച്ചാൽ ജനമാണ്. അപ്പോൾ ജനത്തിൻ്റെ ഒരു ഭരണകൂടം ഒരു കേസ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു കേസിൽ ഏതോ ഒരു ജഡ്ജി ഒരു മുൻവിധി സമീപനം എടുക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അല്ലെങ്കിൽ ഒരു പണക്കാരൻ അയാളുടെ പണച്ചാക്കുമായിട്ട് ഇറങ്ങിയിട്ട് മൊത്തം കേസ് പർച്ചേസ് ചെയ്തിട്ടിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാം. അങ്ങനെ നിൽക്കലാണോ സർക്കാരിനെ ചെയ്യാൻ പറ്റുന്നത്? അതിനേക്കാൾ പവർഫുൾ എന്താ? ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിനകത്ത് എന്ത് ഇടപെടൽ നടത്തി? അപ്പോൾ നമ്മൾ ആ ഗവൺമെൻറ് കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ്റെ പഴയ പ്രസംഗം പോട്ടെ, അദ്ദേഹം ആ നടപടികൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ തന്നെ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്തു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തിനാണ് ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സിനിമാക്കാരനെ അനാവശ്യമായിട്ട് ഇതിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും. പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ
എല്ലാം നുണയാണെന്ന് പോലീസിന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ നടനുമായി പരാതി കിട്ടുന്നു. ആ സിനിമാ നടനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. എല്ലാം നുണയാണെന്ന് മനസ്സിലാവുന്നു. പോലീസ് അങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അന്ന്. പക്ഷേ അദ്ദേഹം എല്ലാം നുണയാണെന്ന് പോലീസ് കൺക്ലൂഡ് ചെയ്ത് മറ്റു മട്ടിൽ പറഞ്ഞു. അപ്പോട്ടെ, അതിനുശേഷം ഇങ്ങോട്ട് എടുത്തു നോക്ക്. ഈ കേസ് സീരിയസ് ആയി പോകണം, ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനകത്ത് പഴുതുകൾ അടയ്ക്കുന്ന നിലയ്ക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. പൊളിറ്റിക്കലി ആൻഡ് ലീഗലി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട്, സർക്കാരിന് ഞാൻ പറഞ്ഞ എൻ്റെ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഈ കേസ് നടന്നോട്ടെ എന്ന് മട്ടെടുത്തു. അതിന് പരിധി കവിഞ്ഞ ആത്മാർത്ഥ സർക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാത്ത കാരണങ്ങളൊന്ന്, ആ കേസിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്, ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത്. ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള കാരണം ഈ സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമമാണ്. ആ അതിക്രമങ്ങൾ ഇനി മേലാൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കൊട്ടിഘോഷിച്ചാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്തു സർക്കാർ? എത്ര വർഷം ഒരു നടപടിയും എടുക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. പൂഴ്ത്തിവെച്ച ശേഷം വലിയ സാമൂഹ്യ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അതിന്മേൽ നടപടി എടുക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന നിലപാട് കുറേ നാൾ സ്വീകരിച്ചു. പിന്നെ പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ വെട്ടിയിട്ടാണ് സർക്കാർ പുറത്തുവിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ തമ്പ്രാക്കന്മാർക്കൊന്നും ഒരു പരിക്കും പറ്റാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പം എന്താണ് സ്റ്റാറ്റസ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച കർക്കശ നടപടി എന്താണ്? നിയമം, ചട്ടം, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, ജെൻഡർ ഈക്വാലിറ്റി എന്താണ് സ്ഥാപിക്കാൻ പറ്റിയത്? ഗവൺമെൻറ് തുറന്നു പറഞ്ഞല്ലോ, ഞങ്ങളങ്ങനെ ഇതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാരെ ശിക്ഷിക്കാനിരിക്കുകയല്ല എന്ന് പറഞ്ഞില്ലേ സജി ചെറിയാൻ. അപ്പോൾ എന്താണോ ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ അതിൻ്റെ വികാരത്തെ മുൻനിർത്തിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കറക്ഷൻ മെക്കാനിസം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. രണ്ടാമത്, ഈ കേസിൻ്റെ ചരിത്രം അടിച്ചു നോക്കണം. ഈ കേസിൽ ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തുനിന്ന് നീതി കിട്ടുന്നില്ല. അവർ 4 നടിമാർ ഇറങ്ങിപ്പോയി. ആ 4 നടിമാരെ ഇറങ്ങിപ്പോയ ഘട്ടത്തിൽ അമ്മയെ പിളർത്താനുള്ള ബാഹ്യശക്തികളുടെ ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുറിപ്പിറക്കി CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്തു സോക്കേടായിരുന്നു നോക്കണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്. 4 നടിമാർ ഇറങ്ങിപ്പോയത് അമ്മയെ പിളർത്താനാണോ? അമ്മയുടെ അധികാരം പിടിക്കാനാണോ? ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഞങ്ങളുടെ ഈ സംഘത്തിനകത്തു എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയപ്പോൾ അതിലെ പ്രമാണിമാർ എഴുതി കൊടുത്ത കുറിപ്പ് പ്രസിദ്ധീകരിച്ചു ഈ പാർട്ടി. എന്ന് വെച്ചാൽ ഇതിനെ പിളർത്തലാണോ? അവരിറങ്ങിപ്പോയത് അവരുടെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തി. അപ്പോഴും അമ്മയ്ക്ക് പരിക്ക് പറ്റാൻ പാടില്ല എന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചുള്ളത്. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഈ കേസിനകത്ത് ദിലീപിന് വേണ്ടി പണിയെടുത്തുന്നുള്ളതല്ല. സിനിമയ്ക്കകത്ത് പ്രമാണിമാരുണ്ട്. ആ പ്രമാണിമാരെ തൊടാൻ പറ്റത്തില്ല. ഇന്നത്തെ പ്രതികരണം ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ധന്യ. ഇത് കേരളം മൊത്തം കൊണ്ടാടിയ ഒരു കേസാണ്. ഈ കേസിനകത്ത് സർക്കാർ ഒരിടത്ത് തോറ്റുപോയിരിക്കുകയാണ്. കാരണം ഗൂഢാലോചനക്കാരനെ പിടിക്കാൻ പറ്റിയില്ല. പ്രതിപക്ഷം ആഞ്ഞടിക്കണ്ടേ? ഒരു സ്ത്രീ സുരക്ഷ എവിടെയാണ് നിങ്ങൾ ഈ ഗൂഢാലോചനക്കാരനെ സംരക്ഷിച്ചില്ലെന്ന് ചോദിക്കാമല്ലോ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയില്ലെന്ന് ചോദിക്കാമല്ലോ. ഒരൊറ്റ പൊളിറ്റീഷ്യൻ ദിലീപിൻ്റെ പേരിന് വേണ്ടിയിട്ടില്ല. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നു, ദിലീപ് എന്ന പേര് വേണ്ടിയിട്ടില്ല. ഇന്ന് KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, ദിലീപിൻ്റെ പേര് വേണ്ടിയിട്ടില്ല. VD സതീശൻ സംസാരിക്കുന്നു, BJP വേണ്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരാൾ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അങ്ങനെ ഈ സിനിമയിലെ പണം കൊണ്ട് കൈയാളുന്ന തമ്പ്രാക്കന്മാരുണ്ട്. അവരിങ്ങനെ പല സ്ഥലത്ത് കാലൂന്നി നിൽക്കുന്നവരാണ്, ഒരു സാമ്രാജ്യം പോലെ. അവരെ തൊടാൻ പറ്റുകയില്ല. അവരെ തൊടാൻ ഇവർക്കൊന്നും പറ്റുകയില്ല. ഇവരുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇവർ പുറത്തെടുക്കത്തില്ല. ഇവർ പേടിച്ചു പോകും. ഇവർക്ക് ആ ഒരു പരിധിക്കപ്പുറത്ത് പോയി ഈ കേസിനകത്ത് ഞങ്ങൾ ഇവനെ പിടിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇവർ പേടിച്ചു പോകും. ആദ്യമൊക്കെ ഒരു നിലപാട് പ്രഖ്യാപിക്കും. പക്ഷേ ആ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും പുറത്ത് നിലപാട് മാസ് BGM പോലെയല്ല, അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമ്മയെ പിളർത്താൻ ശ്രമിക്കുന്നത്. പാവം 4 സ്ത്രീകൾ അവരവരുടെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ അമ്മയെ ഇല്ലാതാക്കാൻ നോക്കുന്നു. അമ്മയെ ഇല്ലാതാക്കാൻ നോക്കി ഇവർക്ക് എന്തായിരുന്നു കുഴപ്പം? അമ്മ ഒരു തൊഴിലാളി സംഘടനയാണോ? തൊഴിലാളികളുടെ അന്തസ്സിന് യാതൊരു വിലയും ഇല്ലാത്ത വിധത്തിൽ മുതലാളിമാരെ പോലെ പെരുമാറുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു സെറ്റപ്പാണത്. അതിനകത്തൊരു ട്രേഡ് യൂണിയൻ പോലുമല്ല. CPIM ഈസ് തൊഴിലാളി വർഗ പാർട്ടി. ട്രേഡ് യൂണിയൻ സ്വഭാവത്തെ മൊത്തം അട്ടിമറിച്ചിട്ട് തമ്പ്രാൻ താഴെ ലെവലിൽ കിഴി കൊടുക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിനോടെന്തിനാണ് ഈ പരിധി കവിഞ്ഞ അനുഭവം ഈ പാർട്ടിക്ക് എന്തിനാണ്? അപ്പോൾ സിനിമയെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല, സിനിമയിലെ പ്രമാണിമാർ പിടിക്കപ്പെടാൻ പാടില്ല എന്ന വികാരം എല്ലാവർക്കും ഉണ്ട്. അത് ആലുവയിൽ വലിയ പ്രതീക്ഷയുള്ള കോൺഗ്രസിനുണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന CPM-നുണ്ട്, BJPക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. BJPയുടെ സിമ്പതൈസേഴ്സ് ആണെന്ന് ഇറങ്ങി മൊത്തം വിളയാടി ഈ നടിയെ ആക്ഷേപിച്ച് ആൾക്കാരെ കാണുന്ന മൊത്തം ഇന്നിപ്പോൾ BJP ഹിന്ദുത്വ ഹാൻഡിലുകളാണ്. മട്ടാഞ്ചേരി മാഫിയ തോറ്റില്ലേ, ദിലീപ് വിജയിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് വരെ തൊടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. നമ്മൾ ഈ വലിയ BGM-ലൊന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ ആ നടി എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കാണ്. അവരുടെ കൂടെ നിൽക്കുന്ന നീതിബോധമുള്ള കുറച്ച് മനുഷ്യന്മാരും, അല്ലാതെ എൻ്റെ സിസ്റ്റം കൂടെ ഉണ്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ അങ്ങനെയൊന്നുമില്ല. സിസ്റ്റത്തിനെതിരെയും പോരാടണം. അതിൽ പോരാടിയ മനുഷ്യന്മാരെ നമ്മൾ ആദരിക്കും. ഇപ്പോൾ അതിന് WCC
അവർ പോരാടിയവരാണ്. അവർക്ക് ഇടയ്ക്ക് വീണുപോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ പോരാട്ടം എന്ന് പറയുന്ന സംഗതി അവർ ഓപ്പൺ ചെയ്തവരാണ്. യെസ്, അവരിപ്പോഴും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സമ്മതിക്കണം. അതൊരു വലിയ തുടക്കമായിരുന്നു. അവരുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ബാലേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ, പി.ടി. തോമസ്, നമ്മൾ പേര് മറന്നു പോകാൻ പാടുള്ള പേരാണ്. കാരണം സിനിമയ്ക്കകത്ത് പലതരം കാര്യങ്ങൾ നടക്കും. അതിനെ മൂടി വെക്കാൻ പാടുള്ളതല്ല. ഇതൊരു ഗുരുതരമായ സംഗതിയാണ്, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ച് കണക്ട് ചെയ്ത് ഈ കേസാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാൽ പി.ടി. തോമസ് ആണ്. പിന്നെ നമ്മുടെ കൂടെ ഇല്ലാത്ത ബാലേന്ദ്രകുമാർ. ഇവരൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പോരാടിയ മനുഷ്യന്മാരെ ഓർക്കണം, അവർക്കൊക്കെ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. പക്ഷേ ഇത് ഞാൻ കാണുന്ന ഇതാണ്, അടിസ്ഥാനപരമായി നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു പ്രമാണി, ഒരു ധനികൻ, ഒരു പ്രഭു ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് മേലെ നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമുക്കിപ്പോഴും ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ട ദിവസമാണിന്ന്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന മനുഷ്യരാണ്.